അല മീഡിയ ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. നദിയുടെ നിർമ്മല തീരം നിരുപമഭാവാർദ്രതീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും. എത്രയോ ജനപദങ്ങൾ സഞ്ചരിച്ച പുഴയുടെ തീരത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നിള എന്ന മഹാത്ഭുതം ഒരു കാലത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്ന നിള മെലിഞ്ഞു പോയെങ്കിലും ഇന്നും അതിസ്യൂതം അതൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ തീരത്ത് നിൽക്കുമ്പോൾ എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് MTയുടെ ഒട്ടുമിക്ക കഥകളിലും പ്രധാനപ്പെട്ട നോവലുകളിലുമൊക്കെ തന്നെ നിള ഒരു വലിയ കഥാപാത്രമായി, മുഴുനീള കഥാപാത്രമായി അദൃശ്യയായി വർത്തിക്കുന്നു. നാലുകെട്ടിലെ അപ്പുണ്ണിയും അതേപോലെ കാലത്തിലെ സേതുവും ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനും അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ജനപദങ്ങൾ മാറി മാറി സഞ്ചരിച്ച നിളയുടെ മനോഹരമായ തീരം. ഇനിയും എത്രയോ കഥകൾ നിളയ്ക്ക് പറയാനുണ്ടാവും. ചരിത്രവും ഇതിഹാസങ്ങളും ഇടകലർന്നൊഴുകുന്ന നിളാനദി, കവികളും കഥാകൃത്തുക്കളും വാഴ്ത്തിപ്പാടിയ ഭാരതപ്പുഴ മെലിഞ്ഞ് മെലിഞ്ഞ് ഇന്ന് മരണാസന്നയായി ഒഴുകുന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരണത്തെ പുൽകിയവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഭാരതപ്പുഴ. എത്രയോ തലമുറകൾക്ക് ഈ പുഴ വെള്ളവും വെളിച്ചവും അന്നവും ജീവിതവുമായി. എത്രയോ ജന്മങ്ങൾ മരണത്തിന് ശേഷം ഈ പുഴയിലും ഈ മണ്ണിലും വിലയം പ്രാപിച്ചു. ജീവിതവും ജീവിതാനന്തരവും ഒരേപോലെ നെഞ്ചിൽ ചേർത്തുപിടിച്ച് ഇടകലർന്നൊഴുകുകയാണ് ഭാരതപ്പുഴ. ജനങ്ങളുടെ അശ്രദ്ധയും അധികൃതരുടെ അനാസ്ഥയും ചേർന്ന് ഭാരതപ്പുഴയെ ഒരു മാലിന്യ കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ശ്മശാനം തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ആ ശ്മശാനത്തിൽ ദഹിപ്പിക്കാൻ വരുന്ന ആളുകളുടെ അവരുടെ അനന്തര തലമുറകൾ ഇവിടെ ഈ നദിയിലിറങ്ങി കുളിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന വേസ്റ്റൊക്കെ ഇവിടെ പല സ്ഥലത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അതുമൊക്കെ കുറച്ചുകൂടി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നാൽ പുഴയുടെ ഭംഗി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. തീർച്ചയായും ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പൈതൃകം തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. പല സ്ഥലങ്ങളിലൊക്കെ അത് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷൊർണൂർ ഭാഗത്ത് അത്രയ്ക്ക് വേണ്ട രീതിയിലുള്ളൊരു ഗൗരവത്തോടുള്ള പ്രവർത്തനം നടക്കുന്നുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ഈ മാലിന്യ നിക്ഷേപം വളരെ ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം ഇടാതിരിക്കാൻ അതിന് മോണിറ്ററിങ് കമ്മിറ്റി വെച്ചുകൊണ്ട് അത് നിരീക്ഷിക്കണം. അങ്ങനെ ഈ മഹത്തായ നദിയുടെ പാരമ്പര്യം, അതിൻ്റെ പരിശുദ്ധിയും സംരക്ഷണവും കുറേ സംബന്ധിച്ച് പറയാം. ഒരു വശത്ത് ചരിത്രസ്മൃതിയുടെ തിരിശേഷിപ്പ് പോലെ തകർന്നടിഞ്ഞ പഴയ ഇരുമ്പുപാലം നദിയിലേക്ക് വീണ് കിടക്കുകയാണ്. പുതിയ പാലം നിർമ്മിച്ചപ്പോൾ അവഗണിക്കപ്പെട്ട പഴയ പാലം നിളാനദിയുടെ നഷ്ടപ്രതാപത്തിൻ്റെ ഓർമ്മ പോലെ ഇന്നും അവശേഷിക്കുന്നു. പഴയ പാലം കണ്ടു. ഇത് നമ്മുടെ നിളയുടെ നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതെടുത്ത് മാറ്റി ഈ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ആ വീണ് കിടക്കുന്ന
തുരുമ്പ് പിടിച്ചത് എടുത്ത് മാറ്റേണ്ടതാണ്. മാറ്റിയാൽ ഇതിൻ്റെ ഒഴുക്ക് സുഗമമാകും. അതേപോലെ പുതിയ പാലത്തിൻ്റെ അടിയിൽ കാണുന്ന ഈ കൽക്കെട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് നിലനിർത്താനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും പുഴയുടെ ഒഴുക്ക് ഏകദേശം പകുതിയിലധികം ചുരുങ്ങിപ്പോയി. അതുപോലെ ഈ തുരുമ്പ് ഇതെല്ലാം വെള്ളത്തിലേക്ക് വീഴുകയാണ്. ആ പാലത്തിൽ നിന്ന് വീഴുന്ന ആവശ്യം കോൺക്രീറ്റും അതിൻ്റെ ടാറും അതിൻ്റെ മെറ്റൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീണിട്ട് ഈ പുഴയുടെ അടിത്തട്ടിൽ അത് വീണ് കഴിഞ്ഞാൽ ഈ പുഴ മലിനപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത്രയും നാളായിട്ട് അത് ശ്രദ്ധിക്കാത്തതെന്ന് മനസ്സിലാക്കും. പൈതൃകം, അതിൻ്റെ ആ നദിയുടെ തീരത്തിൻ്റെ സമ്പത്തുമൊക്കെ അറിയാവുന്ന ഒരാൾ തീർച്ചയായിട്ടും വളരെ ദുഃഖത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ തുരുമ്പ് കുറേ ദീർഘകാലമായി ഇതിങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു വേണ്ട നിർദ്ദേശം കൊടുത്ത് ഇത് റിമൂവ് ചെയ്യാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ചെയ്യാൻ കഴിയാത്തതെന്ന് എനിക്ക് അത്ഭുതമാണ്. രാത്രിയുടെ വിയർപ്പ് വീണ് നനഞ്ഞ പുഴയ്ക്ക് മുകളിൽ നീലിച്ച മഞ്ഞിൻ പടലങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട്. വരണ്ടുപോയ നിളയുടെ മണൽപ്പരപ്പിൽ നിലാവിൻ്റെ വെണ്മ പുളയുന്നത് കാണാൻ ഇനി വരില്ലല്ലോ. അവസാനിക്കാത്ത മണത്തിട്ടിലൂടെ പൊഴുന്നു പോകുന്ന കാലടി ഒച്ചകൾ അകലുന്നതും ഞാൻ അറിയുന്നു. കാലമെന്ന നോവലിലെ സേതുവിൻ്റെ ആത്മകഥം ഇപ്പോൾ ഈ തീരത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ നിരവധി ഓർമ്മകളിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കാൽപ്പാടുകൾ വീഴ്ത്തി ഏറെ സഞ്ചരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവി പി കുഞ്ഞിരാമൻ നായർ ഈ തീരത്തുകൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിരിക്കുന്നു. എത്രയോ ദിവസങ്ങളിൽ ഈ മണൽത്തിട്ടയിൽ വന്ന് മലർന്നു കിടന്ന് ആകാശം നോക്കി എത്രയോ കവിതകൾ കുഞ്ഞിരാമൻ നായർ എഴുതിയിരിക്കുന്നു. അങ്ങനെ മലയാളിയുടെ മനസ്സിൽ വറ്റാത്ത പ്രവാഹമായി നിള ഇക്കാലം ഒഴുകിക്കൊണ്ടിരിക്കും.